سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ഉസ്താദന്മാരെ, മഹല്ല് ജമാഅത്തിൻ്റെ സാരഥികളെ, ഖത്തീബുമാരെ, മറ്റ് അഭ്യുതകാംക്ഷികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട ഒരു സദസ്സായി ഇതിനെ അവൻ ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കുറച്ച് മാസങ്ങളായി ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണിത്. ഒരു മഹാസമ്മേളനം അല്ലെങ്കിൽ ആൾക്കൂട്ടം എന്നതിലുപരി ക്രിയാത്മകമായി മഹല്ലുകളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇന്ന് മുതൽ, ഈ സമയം മുതൽ ആരംഭിച്ച് ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം 5 മണി വരെ നീണ്ടു നിൽക്കുന്ന നിറഞ്ഞ സെഷനുകളാണ്. ഓരോന്നും വളരെ വിലപ്പെട്ടത് തന്നെയാണ്. മഹല്ല് ഭരണസാരഥികൾക്ക് വളരെ അത്യാവശ്യപ്പെട്ടതും പുതുമയാർന്നതുമായ ഒരുപാട് പദ്ധതികളും അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്നത് സംബന്ധിച്ചും വളരെ വ്യക്തമായി വിശദമായി നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഒരു വേദിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിനകത്തും അയൽ പ്രദേശങ്ങളിലുള്ള മഹല്ലുകളും ലക്ഷദ്വീപ്, അന്തമാൻ ദ്വീപ് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള മഹല്ല് ജമാഅത്ത് പ്രതിനിധികളും ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഏറെക്കുറെ അതിൻ്റെ ബയോഡാറ്റ വിതരണം ചെയ്തപ്പോൾ തന്നെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് ലഭിച്ചത്. മിക്കവാറും എല്ലാ മഹല്ലുകളിൽ നിന്നും തന്നെ പ്രതിനിധികൾ എത്തിച്ചേരും എന്നതാണ് ബയോഡാറ്റയുടെ മറുപടി ഞങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെയാണ് ആളുകൾ ഇതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതും. ഇൻഷാ അല്ലാഹ് ഉദ്ഘാടന സെഷനാണ് ഇന്ന് മഗ്രിബ് വരെ. മഗ്രിബിന് ശേഷം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ, നിങ്ങൾ നോട്ടീസിൽ വിതരണം ചെയ്യുന്ന വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ പഠിച്ച് ഇവിടെ സമർത്ഥിക്കുന്ന പരിപാടികളാണ്. അത് ഓരോന്നും വളരെ വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൽകിയ കടലാസിൽ കുറിക്കേണ്ടതും അതേപ്രകാരം നിങ്ങൾ തിരിച്ചു പോയാൽ നിങ്ങൾക്ക് എന്നും സൂക്ഷിക്കുകയും നോക്കി പ്രവർത്തിക്കാനും പറ്റിയ ഒരു കൈപ്പുസ്തകവും ഇവിടുന്ന് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരു മഹല്ല് മാതൃകാ മഹല്ലാക്കി തീർക്കാൻ വേണ്ട പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഇവിടുന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ, അതായത് ഓരോ മഹല്ല് ജമാഅത്തും മഹല്ല് ജമാഅത്തിൽ പ്രവർത്തിക്കണം. അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃക തന്നെയാണ് ഇതിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലെത്തി മഹല്ല് സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ജുമുഅത്ത് പള്ളി ഉണ്ടാക്കി. ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങളും. അതിൽ മതപരം, ഭൗതികം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമുണ്ട്. ആരോഗ്യം, സാംസ്കാരികം തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമുണ്ട്. അതിൻ്റെ നേതൃ കേന്ദ്രമാണ് ആ പള്ളി. ഈ അർത്ഥത്തിൽ തന്നെയാണ് നാട്ടിലുള്ള പള്ളികളൊക്കെ തന്നെ. ഇവിടെ മാലിക് ദീനാറും സംഘവും ഇസ്ലാമുമായിട്ട് വന്ന് സന്ദേശവുമായി വന്നപ്പോൾ അവരും ആദ്യമായി ഉണ്ടാക്കിയത് പള്ളിയാണ്. കൊടുങ്ങല്ലൂരിലെ പള്ളി, ഇന്ത്യയിലെ 1ാമത്തെ പള്ളി. ആ പള്ളി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ദഅ്വാ പ്രവർത്തനങ്ങളും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളും അവർ നടത്തി.
അതാണ് നമ്മുടെ മാതൃക. അങ്ങനെ കേരളത്തിലുള്ള 7000-ഓളം വരുന്ന മഹല്ലുകളും അന്യ സംസ്ഥാനങ്ങളിലുള്ള മഹല്ലുകളൊക്കെ തന്നെ ഈ പാത തുടർന്നുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചെന്ന ആ മാതൃക തന്നെയാണ്. ആ വിഷയങ്ങൾ തന്നെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഉമ്മത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു മഹല്ലത്തിൽ താമസിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ ഉത്തമ സമുദായമായി മാറ്റിയെടുക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ അവരിൽ ചെയ്തുകൊണ്ട് നിർദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് മഹല്ല് ജമാഅത്തിൻ്റെ പ്രവർത്തനം. അത് കുറേയൊക്കെ നമ്മളെ മഹല്ലുകളിൽ നടക്കുന്നുണ്ട്. പക്ഷെ പലതും ചിട്ടയോടുകൂടെയല്ല നടക്കുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായി നടക്കുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹല്ലുകളെ കോർത്തിണക്കിക്കൊണ്ട് അവർക്ക് ഇത് സംബന്ധമായി കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകാനും അവർക്കതിന് പരിശീലനം നൽകാനുമുള്ള ഒരു പദ്ധതി എന്ന നിലക്കാണ് മഹല്ല് ഫെഡറേഷൻ എന്ന പേരിൽ സംഘത്തിന് രൂപം നൽകിയത്. 1987 ആദ്യമായി കേരള അടിസ്ഥാനത്തിൽ, സംസ്ഥാനാടിസ്ഥാനത്തിൽ ഈ മഹല്ല് ഫെഡറേഷൻ രൂപീകൃതമായത്. അതിന് മുമ്പ് മലപ്പുറം ജില്ലയിലുണ്ട്, 10 കൊല്ലം മുമ്പ് മലപ്പുറം ജില്ലയിലുണ്ട്, പല ഭാഗങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. സമസ്ത ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഏറ്റെടുത്ത് അതിനെ സംസ്ഥാന തലത്തിൽ ഒരു സംഘടനയാക്കി കൊണ്ടുവന്നത് 1987 അന്ന് മർഹൂം ശൈഖുന ശംസുൽ ഉലമ പ്രസിഡന്റും സയ്യിദ് ഇന്നത്തെ പ്രസിഡന്റായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറിയുമായി കൊണ്ടുള്ള ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുകയും ആദ്യത്തെ പടിയെന്നോണം മഹല്ലുകൾ രജിസ്റ്റർ ചെയ്യുക, മഹല്ല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്യുക എന്നൊരു പ്രവൃത്തി വളരെ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇപ്പം നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡുണ്ട്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. 9700 മദ്രസകൾ കൃത്യമായിട്ട് അതിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബോർഡിൻ്റെ കീഴിൽ. എന്നതുപോലെ 7000-ഓളം വരുന്ന മഹല്ലുകൾ ഈ മഹല്ല് ഫെഡറേഷൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഒറ്റക്കെട്ടാണ്, ഒരു ചങ്ങലയിലെ കണ്ണികളാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ആ നിലക്ക് കുറേ മഹല്ലുകൾ ചെയ്തിട്ടുണ്ട്, കുറേ മഹല്ലുകൾ ഉണരാത്തതുമുണ്ട്. അതിൻ്റെ ഒരു സമ്പൂർണ്ണമായ ഒരു ഘടകം, ഒരു പരിപാടിയാണ് ഈ പരിപാടി. മഹല്ലുകളിലെല്ലാം രജിസ്റ്റർ ചെയ്യുക. എങ്ങനെ രജിസ്റ്റർ ചെയ്യണം? അതുപോലെ മഹല്ലുകൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം, വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ അതിൻ്റെ ആധികാരികത ഒക്കെ ഭദ്രമാക്കുന്ന പ്രവർത്തനങ്ങൾ ആദ്യമായി ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഒരുപാട് പദ്ധതികൾ ഇപ്പം മഹല്ല് ഫെഡറേഷൻ നമ്മുടെ മുമ്പിൽ വെച്ചു. സാംസ്കാരിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ ഒരുപാട് വച്ചിട്ടുണ്ട്. പ്രീ മാരിറ്റൽ കോഴ്സ്, പാരൻറ്റിങ് കോഴ്സ്, സ്വദേശി ദർസ് തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ. ഇതിൻ്റെ ഒക്കെ ഗുണം അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ മഹല്ല് പ്രതിനിധികൾ, ഇവിടെ എത്തിച്ചേർക്കുന്ന മഹല്ല് പ്രതിനിധികൾ അത് ഏറ്റെടുക്കണം. എന്നിട്ട് തിരിച്ചു പോയി മഹല്ലിൽ പോയിട്ട് ആ സംഗതികൾ അവിടെ നടപ്പാക്കണം. അതിൻ്റെ ഒരു കർമ്മ പദ്ധതിയാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ഉത്തരവാദിത്തത്തോടു കൂടെ ഇതിൽ ക്ലാസ്സിൽ പങ്കെടുത്ത് അവസാനം വരെ പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് ഈ 6 മാസം, കൃത്യമായ 6 മാസം, അതായത് ഡിസംബർ മാസത്തിൽ, ഡിസംബർ വെക്കേഷനിൽ, ആ വെക്കേഷനിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഒരു വിലയിരുത്തലും അതുപോലെ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന കർമ്മ പദ്ധതികളൊക്കെ മഹല്ലിൽ നടപ്പാക്കിയോ എന്നൊരു പരിശോധനയും, അങ്ങനെ നടപ്പാക്കി 100 മാർക്കും വാങ്ങിയവർക്ക് അവാർഡ് പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്ന വലിയൊരു സമ്മേളനം ഇതുപോലെ ഇൻഷാ അല്ലാഹ് കാസർഗോഡ് വെച്ച് കൂടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ വിശദമായ രൂപം നിങ്ങൾക്ക് ലഭിക്കും. അവിടെ വെച്ച് ഇവിടുന്ന് നമ്മൾ നൽകിയ നിർദ്ദേശങ്ങളിൽ എത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് നേടാൻ കഴിഞ്ഞു 6 മാസം കൊണ്ട് എന്നൊരു പരിശോധനയായിരിക്കും. ആ പരിശോധനയിൽ മാർക്ക് കൂടുതൽ വാങ്ങുന്ന ആളുകൾക്ക്, മഹല്ലുകൾക്ക് അവാർഡ് വിതരണം എന്ന ഒരു പദ്ധതി കൂടെ അതിനുണ്ട്. അതിന് കാസർഗോഡ് ജില്ല അത് സ്വീകരിക്കാൻ തയ്യാറായതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഡിസംബറിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൃത്യമായ സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്ന് ഒരു സമ്പൂർണ്ണ മഹല്ല് അല്ലെങ്കിൽ ഒരു മാതൃകാ മഹല്ലെന്ന് പറയുന്ന ഒരു മഹല്ല് ആയിത്തീരുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിശദമായി ഇവിടുന്ന് ക്ലാസ് തന്നാൽ ഇൻഷാ അല്ലാഹ് അടുത്ത 6 മാസത്തിനുള്ളിൽ അതിൽ വെച്ച് നിങ്ങൾക്ക്
പ്രാവർത്തികമാക്കാൻ കഴിയുന്നതൊക്കെ പ്രാവർത്തികമാക്കുക. ആ പ്രാവർത്തികമാക്കിയോ ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധനയാണ് ഈ ഡിസംബറിൽ നടക്കുന്നത്. അങ്ങനെ പരിശോധിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന മഹല്ലുകൾക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ അവാർഡ് വിതരണം ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ചുരുക്കം. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം. അവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ അവാർഡല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതുണ്ടായിരിക്കും. അതോടുകൂടെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവ്. മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് കാര്യമല്ല. മഹല്ലിലെ ജനങ്ങൾക്ക് നമ്മൾ ആവശ്യമുണ്ട്. പക്ഷെ ജനങ്ങൾക്കും നമ്മളും തമ്മിൽ ബന്ധമില്ലാതെ ഇങ്ങനെ പോകുന്ന ഈ അവസ്ഥക്ക് മാറ്റമുണ്ടാക്കാൻ വേണ്ടി ആണ് ഈ പദ്ധതികളൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് കർമ്മരംഗത്തേക്ക് ഇറങ്ങാം. ഈ സമുദായത്തിനെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഈ സമുദായത്തിന് താങ്ങും തണലുമാവേണ്ട ഈ മഹല്ല് ജമാഅത്ത് എന്ന സംവിധാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമുക്ക് കഴിയണം എന്നതാണ് ഇതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൻ്റെ സമ്മേളനം നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഈ പ്രതിനിധികളെ ഉദ്ദേശിച്ചുകൊണ്ട് അവർ പഠിച്ച് നാട്ടിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതി ഇൻഷാ 6 മാസം കൊണ്ട് തന്നെ ഏതാണ്ട് പദ്ധതികളൊക്കെ ഈ പുതിയ പുതിയ പദ്ധതികളൊക്കെ തന്നെ മഹല്ലിൽ നടപ്പാവുകയും അതിൻ്റെ ഗുണം മഹല്ലുകൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരന്മാർ, എൻ്റെ മഹല്ല് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ ഉത്തരവാദിത്തത്തോടുകൂടെ കാര്യങ്ങൾ നിർവഹിക്കാൻ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വാദി ഖുബയിലാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. വാദി ഖുബ നമുക്കറിയാം, നമ്മുടെ ചരിത്രത്തിൽ മഹല്ല് ജമാഅത്തിൻ്റെ തുടക്കത്തിലേക്ക് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു സംഭവം കൂടിയാണല്ലോ അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നിറങ്ങി ആദ്യമായിട്ടുണ്ടാക്കിയ ഖുബാ പള്ളി, ആ ഖുബാ പള്ളിയിൽ നിന്നും കുറഞ്ഞ ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം മാറി മസ്ജിദുൻ നബവി എന്ന് പറയുന്ന ലോകത്തിലെ 2ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന പള്ളി നിർമ്മിച്ച ആ സംഭവത്തിലേക്ക് സൂചന നൽകുന്നതാണ് വാദി ഖുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹല്ല് ജമാഅത്തുകൾക്ക് മാതൃകയായ ആ സംഭവം ഓർക്കാൻ വേണ്ടിയാണ് വാദി ഖുബ എന്ന് പറയുന്ന ഇത് വച്ചിരിക്കുന്നത്. അതോടുകൂടെ തന്നെ SMFൻ്റെ ചരിത്രവും SMFൻ്റെ ആവശ്യകതയും അത് ഞങ്ങൾക്ക് നൽകുന്ന പദ്ധതികളൊക്കെ തന്നെ വിശദീകരിക്കുന്ന ഒരു ജേർണൽ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തവർക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേരാൻ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പല ഭാഗത്തുനിന്നും വരുന്നവർക്ക് പ്രയാസം ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മളെ തൃശ്ശൂർ ജില്ലാ SMFൻ്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർ കഴിയുന്ന പരമാവധി സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മളെ റംലി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജറായിരിക്കുന്ന MD ആയിരിക്കുന്ന അംസ സാഹിബ് അവറുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അംഗങ്ങളും അതിലൊക്കെ ഉപരി ഇവിടുത്തെ മഹല്ലുകാരൊക്കെ തന്നെ ദിവസങ്ങളോളം വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും പോരായ്മകൾ ഉണ്ടാകും. ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ കവിഞ്ഞുകൊണ്ടുള്ള ആളുകളുടെ വരവ് ഞങ്ങളെ മാനസികമായിട്ട് പ്രയാസം, വിഷമം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലാണെന്ന സത്യം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ മടിക്കുന്നില്ല. ഏതായിരുന്നാലും ഇത് നമ്മുടെ സദസ്സ് ദീനിൻ്റെ സദസ്സാണ്, അള്ളാഹുവിൻ്റെ സദസ്സാണ്. നമുക്ക് എല്ലാ നിലക്കും വേണ്ടതുപോലെ നിങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. അള്ളാഹു തആല ഈ ചെയ്ത സേവനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ സഹോദരന്മാർക്കും, അതുപോലെ വളരെ ദൂരത്ത് നിന്നും കഷ്ടപ്പെട്ടുകൊണ്ട് വിളിയാളം കേട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മഹല്ല് പ്രതിനിധികൾക്കും മറ്റ് അഭ്യുതകാംക്ഷികൾക്കൊക്കെ തന്നെ ഹൃദ്യമായ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ കർത്തവ്യം സ്വാഗതമാണ്. ഇതോടുകൂടെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പള്ളികളിൽ മഹല്ല് ഫെഡറേഷൻ്റെ കാര്യങ്ങളും മഹല്ല് ഫെഡറേഷൻ നടപ്പാക്കുന്ന അല്ലെങ്കിൽ അയക്കുന്ന സർക്കുലറിൽ പറയുന്ന വിഷയങ്ങളും മഹല്ലുകളിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലക്ക്, അതുപോലെ തന്നെ നമ്മളൊക്കെ ഏറ്റവും ആദരിക്കപ്പെടുന്നവരും നമ്മുടെ മഹല്ലിലെ ഖത്തീബന്മാരാണല്ലോ. മഹല്ലിലെ ഖത്തീബന്മാരാണ് നമുക്ക് നിർദ്ദേശം തരേണ്ടത്, മഹല്ലത്തിന് നേതൃത്വം നൽകേണ്ടത്, ആത്മീയമായ നേതൃത്വം നൽകേണ്ടത് അവരാണെന്ന നിലയ്ക്ക് അവരുടെ ഒരു സംഘടന കൂടെ കഴിഞ്ഞ മാസത്തിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ജംഇയ്യത്തുൽ ഖുതബ ബി ഉമൂമി കേരള എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കീഴിലാണ്. അതിൻ്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്. കാര്യമായിട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടത് വഴി തെറ്റിപ്പോകുന്ന ചെറുപ്പക്കാരിൽ അടക്കമുള്ള പ്രവർത്തനമാണ്. ഇന്ന് അതിനാണ് കൂടുതൽ സാധ്യത. നമ്മുടെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികളാവട്ടെ, കൗമാരപ്രായത്തിലുള്ളവരാവട്ടെ, ആരായിരുന്നാലും ശരി, മോശമായ
ഒരു ജീവിതത്തിൻ്റെ സംവിധാനം, അത് പകർത്താനുള്ള സംവിധാനമാണ് നാട്ടിലൊട്ടാകെ കാണുന്നത്. നന്മ വളരെ കുറഞ്ഞിരിക്കുകയാണ്. പത്രമൊക്കെ എടുത്ത് നോക്കിയാൽ ഉമ്മയും വാപ്പയും ഒക്കെ കൂടെ ഇരുന്ന് വായിക്കാൻ പറ്റാത്ത പേജുകളാണ് അധിക പേജുകളും. അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഈ വളർന്നു വരുന്ന ഈ സമൂഹത്തെ എങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിക്കും, മനുഷ്യൻ്റെ കുട്ടികളാക്കി തീർക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഉത്ബോധനം നടക്കുന്നതാണ് അധിക പദ്ധതികളും എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഭാഗം തന്നെയാണ് പ്രീമാരിറ്റലും പാരൻറ്റിങ്ങും തുടങ്ങിയ കോഴ്സുകളൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. അതൊക്കെ നടത്തിയതിൻ്റെ പേരിലുള്ള ഗുണങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിത്രീകരിക്കുന്നുണ്ട് ഇവിടെ. ഓരോ സെഷനിലും ആ കാര്യങ്ങൾ പറയുകയും അതുകൊണ്ട് മഹല്ലകളിലുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ദൃശ്യമാധ്യമങ്ങളും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നതും കൂടെ ഇതിൻ്റെ ഒരു പുതുമയാണ്. ആ നിലയ്ക്ക് എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടെ തന്നെ വരിക, ഇരിക്കുക, പോവുക, നടക്കുക എന്നുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ് ഈ ശീതീകരിച്ച ഈ സംവിധാനം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് അവസാനം വരെ നിങ്ങൾ ഇരുന്നത് ഉൾക്കൊള്ളണമെന്നും അതിൻ്റെ ഫലം മഹലുകളിൽ കാണണമെന്നും, അങ്ങനെ കണ്ടാൽ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇതിനു വേണ്ടി മെനക്കെട്ടവരും അധ്വാനിച്ചവർക്കൊക്കെ മനസ്സിന് വളരെ കുളിർമയുണ്ടാക്കുന്ന ഒരു സംഗതിയായിരിക്കും എന്നുകൂടെ അറിയിക്കുകയാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉപാധ്യക്ഷനും സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റും അതേ പ്രകാരം നമ്മുടെ മുസ്ലിം കേരളത്തിൻ്റെ കണിലുണ്ണിയായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. അസർ നമസ്കാരത്തിന് അവിടെ അടുത്തൊരു മഹല്ലിൽ ഉദ്ഘാടനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഇങ്ങോട്ട് എത്തേണ്ട ഒരു താമസമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. മഹാനവറുകൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും സെഹത്തും ആഫിയത്തും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭാവത്തിൽ സ്വാഗതം പറയുകയാണ്. അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്, ഈ യോഗത്തിൽ കേരളത്തിന് പുറത്തുള്ള പലരും പങ്കെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സെഷനിൽ നമ്മുടെ ഈ മലയാളം സെഷനാണെങ്കിൽ നാളെ അങ്ങനെ അന്യ സംസ്ഥാനത്തിൽ വന്ന പ്രതിനിധികൾക്ക് വേണ്ടി പ്രത്യേകം ഉറുദു സെഷൻ തന്നെ ഉണ്ടായിരിക്കും. നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് അവരുടേതായിരിക്കുന്ന കേരളത്തിലെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് പരിചയപ്പെടുത്താനും അവരുടെ നാടുകളിൽ ഇത് മാതൃകയാക്കി പ്രവർത്തിക്കാനും വേണ്ട പദ്ധതികൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള ക്ലാസ് അവർക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഹാളിൽ നടക്കും എന്നുകൂടെ അറിയിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ സമഗ്രമായിട്ട് ഇതൊരു ഒരുങ്ങിക്കൊണ്ടെടുക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് ഇനി രണ്ടാമത് ഇങ്ങനെ ഒരു ആയുധം എടുത്തുകൊണ്ട് ഒരുങ്ങേണ്ട അവസ്ഥമില്ലാത്ത നിലയ്ക്ക് ഇതിന്ന് സമ്പൂർണ്ണമാക്കാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയാണ് വേണ്ടതെന്ന് അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ മൗലാന മുഫ്തി ഷരീഫുർ റഹ്മാൻ റിസ്വി ബീഹാർ മഹാനവറുകളാണ് ഈ എളിയ ക്ഷീണം സ്വീകരിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല സിഹത്തും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. മഹാനവറുകളാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കാര്യദർശി പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ സുഖമില്ല, കാലിന് പെരുക്കൊക്കെ ഉണ്ട്, എന്നാലും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. അല്ലാഹു തആല ശിഫ നൽകുമാറാവട്ടെ, പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് അനുഗ്രഹീതമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ തിരക്കിനിടയിലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എത്തിച്ചേരും. ഈ ക്യാമ്പിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവർ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ സ്വാഗതം ചെയ്യുന്നു. സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി, നമ്മുടെ കോഴിക്കോട് കാളി അവറുകൾ, സുന്നി യുവന സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ കാളി അവറുകൾ, അവരെയൊക്കെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റ് PKP അബ്ദുസ്സലാം മുസ്ലിയാർ സുഖമില്ല, അവശനാണ്, എങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സെഷൻ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തആല സിഹത്തോടു കൂടി ദീർഘായുസ് നൽകുമാറാവട്ടെ. CKM സാദിഖ് മുസ്ലിയാർ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ പ്രസിഡന്റാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ട്രഷററാണ്. അല്ലാഹു തആല സിഹത്തോടു കൂടെ ആഫിയത്തും സിഹത്തും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
മുഹിദ്ദീൻ മുസ്ലിയാർ നമ്മളെ ഈ ഭാഗത്തുള്ള മുസാവറയിലെ ഒരു സജീവ പ്രവർത്തകനും പണ്ഡിതനുമായ മഹാനവറുകൾ നേരത്തെ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ദീർഘായുസ് നൽകുമാറാവട്ടെ. ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഉപാധ്യക്ഷനായ കുഞ്ഞാണി മുസ്ലിയാർ, അദ്ദേഹം ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല സ്വഹത്തും ആഫിയത്തും നൽകുമാറാവട്ടെ. വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മുടെ ശബ്ദം എത്തിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മളോടുകൂടെ എല്ലാ മേഖലയിലും നമ്മളോട് സഹകരിച്ച് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന സഹോദരൻ, മാന്യ സഹോദരൻ. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് ബലം നൽകി ഈ ഉമ്മത്തിനെ സഹായിക്കാനും ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാനും അല്ലാഹു തആല ദീർഘായുസ്സും സുഹത്തും നൽകുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വാഗതം പറയുന്നു. അതുപോലെ കെ റഹ്മാൻ ഫൈസി, കെ മുഹമ്മദ് ഫൈസി, നമ്മളെ ഈ പ്രശ്നബാധിത പ്രദേശങ്ങളൊക്കെ ഓരോ ഭാഗത്തും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സെല്ലിൻ്റെ ചെയർമാനാണ്. അതേപ്രകാരം സുന്നീവന സംഘത്തിൻ്റെ ട്രഷററാണ്. മറ്റെല്ലാ മേഖലയിലും നമ്മളോടൊത്ത് നേതൃത്വം നൽകുന്ന മഹാനവറുകളെ ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു തആല സിഹത്ത് നൽകുമാറാവട്ടെ. മുസാവർ അംഗമായ എ.വി. അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹം ജാമിയ ദാറുസ്സലാം നന്ദിയുടെ ജനറൽ സെക്രട്ടറിയും ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും അതുപോലെ ജമിയത്തുൽ മുദർരിസീൻ എന്ന് പറയുന്ന സമസ്ത കേരള ജമിയത്തുൽ മുദർരിസീൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ചെറുക്കുളം അബ്ദുള്ള സാഹിബ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ SMFൻ്റെ സജീവ നേതൃത്വമാണ്. അല്ലാഹു തആല സിഹത്ത് നൽകുമാറാവട്ടെ. മെട്രോ മുഹമ്മദ് ഹാജി ഏതാനും നിമിഷങ്ങൾക്കും അവിടെ എത്തിച്ചേരും. നമ്മുടെ सजीव प्रवर्तकन अल्लाह ताला दीर्घायुष नलगुमारावटे हाफिज हजरत गिरामी आज के इस पुर नूर व निकहत महफिल में सरजमीन बिहार के एक मायनाज मुफ्ती जनाब अल्लामा शरीफुर रहमान साहब मौजूद है। मैं मौसूफ से गुजारिश करता हूं कि मौसूफ आए और कुछ कीमती अल्फाज से हमें नवाजे और इस मजलिस का इफ्तिताह करे। मेरी मुराद जनाब अल्लामा मौलाना मोहम्मद मुफ्ती शरीफुर रहमान साहब। मुअज़्ज़ज़ उलमाए किराम, मशाइखिना किराम, असातिज़ाए मदारिस अहले सुन्नत, डाइस पे बैठे हुए मुअज़्ज़ज़ मुकर्रम दीनी खिदमत करने वाले मुअल्लिमीन, सामईन किराम, मुझे बड़ी खुशी महसूस हो रही है कि मैं आज आपके सामने हज़रत अल्लामा मौलाना फ़ज़ीलतुश शेख डॉक्टर बहाउद्दीन साहब क़िबला मदज़िल्लहुल आली व नूरानी की दावत पर सुन्नी महल फेडरेशन के इस बड़े जलसे को ख़िताब कर रहा हूँ और मुझे ख़िताब का मौका मिल रहा है। इस स्टेज पे सूबे केरला के बड़े बड़े दिलो दिमाग, बड़ी बड़ी शख्सियत जलवाबार हैं, तशरीफ़ फरमा है। मैं सबके नाम से वाकिफ़ नहीं हूँ। हज़रत अली कूती मुस्लियार जो सुन्नी जमीयत उलमा समस्ता के जनरल सेक्रेटरी हैं और सैयद हैदर साहब, सैयद शहाब तंगल साहब, इन तमाम की दुआओं से थोड़ी देर के लिए मैं आपके सामने हाजिर हूँ। ये मत आप, मैं जानता हूँ आपकी मजबूरी है कि आप मलयालम ज़बान से वाकिफ़ हैं और मैं उर्दू में बोल रहा हूँ, मगर मेरी तकरीर का ख़ुलासा तलख़ीस कंक्लूजन पेश करने के लिए दारुल हुदा इस्लामिक यूनिवर्सिटी के एक उस्ताद यहाँ मौजूद हैं। इंशाअल्लाह आपको 10 से 5 मिनट में मेरी तकरीर का ख़ुलासा वो बता देंगे। अल्हम्दुलिल्लाह रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिल मुरसलीन
وعلى آله وصحابه أجمعين إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وقال رسول الله صلى الله تعالى عليه وسلم صنفان من أمتي العلماء والأمراء أو كما قال عليه السلام صدق الله وصدق رسوله. آئیے میں اس سے پہلے کہ اپنی تقریر کا اپنی گفتگو کا آغاز کروں ابتدا کروں. ان اللہ و ملائکتہ یصلون علی النبی یا ایھا الذین آمنوا صلوا علیہ وسلموا تسلیما. صلی اللہ علی النبی الامی وآلہ صلی اللہ علیہ وسلم صلاۃ و سلام علیک یا رسول اللہ. حضرات، آپ لوگ خوش قسمت ہیں، خوش نصیب ہیں کہ آپ کو سرزمین کیرلا، ریاست کیرلا میں علماء کی رہنمائی، ان کی قیادت میں دین، مذہب اور اسلام کا کام کرنے کا موقع مل رہا ہے. علماء دین کے رہبر ہوتے ہیں، دین کے رہنما ہوتے ہیں، دین کے قائد ہوتے ہیں، اور انہی کے ڈائریکشن پر، انہی کے اشارے پر، ان کی ہدایت پر اگر عوام دین کا کام، مذہب کا کام، اسلام کا کام کرتی ہے تو وہ دنیا میں بھی بھلائی پاتی ہے اور آخرت میں بھی بھلائی پاتی ہے. اور دین کا کام کرنے کے لیے، اسلام کا کام کرنے کے لیے علماء کی ذمہ داری تو ہے ہی. علماء اپنی ذمہ داری کو نبھاتے ہوئے دین کا کام کرتے ہی ہیں، مگر اس میں عمرہ کا مال اگر شامل ہو تو یہ سونے پر سہاگا کا کام ہوتا ہے. اسی لیے حدیث میں نبی اکرم صلی اللہ تعالی علیہ وسلم نے ارشاد فرمایا ہے، صنفان من امتی العلماء والعمراء. میری امت میں دو قسم کے لوگ ہیں، ایک عالم دین ہے اور ایک صاحب مال ہے، پیسے والے ہیں، عمرا ہیں. ظاہر بات ہے، ایک گاڑی میں دو چاک ہو، دو پہیہ ہو، اور دونوں میں سے ایک اگر رک جائے تو گاڑی وہیں رک جائے گی، گاڑی آگے نہیں بڑھ سکتی ہے. اسی طرح علماء اور عمراء گاڑی کردار بنایا ہے. دنیاوی ضرورتوں کے لیے ہزاروں روپیہ وہ خرچ کرتے ہیں، اسراف کرتے ہیں. اب شادی کے موقع پر دیکھ لو، نکاح کے موقع پر دیکھ لو، بے شمار پیسے وہ اسراف میں خرچ کرتے ہیں. لیکن دین کے کام کے لیے اگر کوئی اس کے پاس عالم جائے تو 50,000 روپیہ دینے والا 5,000 روپیہ بھی نہیں دیتا ہے، اور اسراف کرتا ہے، فضول خرچی کرتا ہے. حضور اکرم صلی اللہ تعالی علیہ وسلم نے حدیث میں ارشاد فرمائے، لا تسرفوا فإن اللہ لا يحب المسرفین. فضول خرچی مت کرو، ضرورت سے زیادہ خرچ مت کرو، اس لیے کہ اللہ تعالی فضول خرچی کرنے والے کو، ضرورت سے زیادہ خرچ کرنے والے کو پسند نہیں فرماتا. اور قرآن کریم میں اللہ تعالیٰ نے ارشاد فرمایا، ان المبذرین کانوا اخوان الشیاطین. فضول خرچی کرنے والا، ضرورت سے زیادہ خرچ کرنے والا شیطان کا بھائی ہوتا ہے. معلوم یہ ہوا قرآن نے اور حدیث نے ضرورت سے زیادہ خرچ کرنے والے کو، فضول خرچی کرنے والے کی مذمت فرمائی ہے، اس کی تعریف نہیں کی ہے، اس کی مذمت کیا ہے. لہذا مسلمانوں، دنیا ہمیشگی کی جگہ نہیں ہے، یہاں چند روز رہنا ہے.
दुनिया में अगर कार खैर आमाल सालिह अगर आप करके जाओगे तो तुम्हारे लिए सदक़े जारिया होगा। और सदक़े जारिया के बारे में बुखारी में हदीस है, मुस्लिम में हदीस है। मेरे आका सल्लल्लाहु तआला अलैहि वसल्लम ने इरशाद फरमाया, इदा मातल इंसानु इनक़ता अन्हु अमलुहु इल्ला मिन सलास इल्ला मिन सदक़तिन जारिया औ इल्मिन युंतफ़उ बिही औ वलदिन सालिहिन यदऊ लहू। इंसान जब मर जाता है, दुनिया से चला जाता है, उसकी रूह निकल जाती है जिस्म से और उसको मिट्टी के नीचे दफन कर दिया जाता है, तो उसके सारे आमाल बंद हो जाते। न नमाज पढ़ सकता, रोज़ा रख सकता, न हज कर सकता, न ज़कात दे सकता है, यानी खैर और भलाई के कोई काम नहीं कर सकता। लेकिन सदक़े जारिया यानी दुनिया में अपनी ज़िंदगी में अपने पैसे से, अपने रुपये से, अपने माल से अगर उसने मस्जिद बनवा दिया है, मदरसा बनवा दिया है, किसी यतीम को आलिम दीन हाफिज़ कुरान बना दिया है, कहीं पर उसने कुआं बोरवेल लगा दिया है, यतीम गरीब बेवाओं की शादी कर दिया है, मुसाफिर के ठहरने के लिए उसने मुसाफिर खाना बना दिया है, ये सारी चीज़ें उसके लिए सदक़े जारिया है। मर जाएगा, सारे आमाल बंद हो जाएंगे, मगर दुनिया में जो ये कार खैर आमाल सालिह करके गया है, उसका नेकी उसके नाम आमाल में सुबह क़यामत तक उसके नाम आमाल में जारी रहेगा। ये बड़ी खुशनसीबी की बात है। मगर आज के हमारे नौजवान अल्हम्दुलिल्लाह ये सुन्नी महल फेडरेशन के ज़रिए आपके बच्चों को, आपके मोहल्ले को एक मोहल्ले से दूसरे मोहल्ले, एक डिस्ट्रिक्ट को दूसरे डिस्ट्रिक्ट से जोड़ने की जो कोशिश की गई है, ये काबिल तारीफ बात है। इसको आप मामूली मत समझ लो, इसको लाइटली मत लो आप। ये बहुत बड़ा काम है कि सुन्नी महल फेडरेशन के ज़रिए ये आपको एक दूसरे से मरबूत करने के, एक दूसरे से करीब करने की जो कोशिश की गई है, ये बहुत काबिल तारीफ बात है। इसमें डॉक्टर बहाउद्दीन साहब की जितनी भी तारीफ़ की जाए, सुन्नी जमीयतुल उलमा समस्ता जो है उसकी जितनी भी तारीफ़ की जाए, ये बहुत कम है। आप लोगों को इनका भरपूर ताउन करना चाहिए, साथ देना चाहिए। नौजवानों को आखिर में मैं पैगाम देकर के अपनी गुफ्तगू को ख़त्म करने के करीब ला रहा हूँ। आज हमारे नौजवान इस्लाम के रास्ते से दूर हो रहे हैं, इस्लाम के तरीक़े से दूर हो रहे हैं, इस्लामी कल्चर और तहज़ीब को अपनाने की कोशिश नहीं कर रहे हैं। आज जो हिंदुस्तान नहीं, पूरी दुनिया में जो फिल्म एक्टर करता है, हिंदुस्तान का मुसलमान भी वही कर रहा है। कुरान में तो अल्लाह ने फरमाया, लक़द कान लकुम फ़ी रसूलिल्लाहि उस्वतुन हसना, लोगो रसूलुल्लाह की ज़िंदगी तुम्हारे लिए बेहतरीन आइडियल है, बेहतरीन नमूना अमल है। मेरे आका सल्लल्लाहु अलैहि वसल्लम के बारे में हज़रत आयशा रज़ियल्लाहु ताला अन्हा से पूछा गया, हुजूर के अखलाक क्या थे? तो हज़रत आयशा ने फरमाया, कान खुल्क़ुहुल कुरान, हुजूर के अखलाक कुरान थे, मतलब कुरान के मुताबिक हुजूर अमल फरमाते थे। हमारे नौजवान कहाँ हैं आज? उलमा की बात नहीं मानते, दीन की बात नहीं मानते, कुरान में जो लिखा हुआ उस पर अमल नहीं करते। अगर एक फिल्म एक्टर पेंसिल पैंट पहन के आ जाता है तो आज का नौजवान कल होकर मार्केट में जाके पेंसिल पैंट तलाश करता है, हमको पेंसिल पैंट चाहिए। अगर वो लंबी मोछें छोड़ देता है कोई फिल्म एक्टर, तो अब मुसलमान नौजवान भी लंबी मोछ छोड़ने की कोशिश करता है। अगर वो फैशन की दाढ़ी रख लेता है तो आज का ये नौजवान मुसलमान फैशनेबल दाढ़ी रखता है। लेकिन देखो, फिल्म एक्टर के को अपना आइडियल, अपना नमूना बनाओगे तो दुनिया ही में तुम्हारे लिए जहन्नम का रास्ता नजर आएगा। फिल्म एक्टर को अपनाने से, उसको अपना आइडियल बनाने से
اس کو اپنی زندگی کا نمونہ بنانے سے تم کامیاب نہیں ہو سکتے ہو۔ کامیاب کب ہوگے؟ قرآن کہتا ہے لَقَدْ كَانَ لَكُمْ فِي رَسُولِ اللَّهِ أُسْوَةٌ حَسَنَةٌ، لوگو رسول اللہ صلی اللہ علیہ وسلم کی زندگی تمہارے لیے بہترین آئیڈیل ہے، بہترین نمونہ ہے۔ اگر تم کو کسی کو آئیڈیل اور نمونہ بنانا ہے تو رسول کی زندگی کو بناؤ، اور ان کے نائبین جو علماء یہاں بیٹھے ہوئے ہیں ان کی زندگی کو اپنے لیے نمونہ عمل بناؤ گے، تب تم جا کر کے کامیاب ہو سکتے ہو، یہاں بھی کامیاب رہو گے اور انشاءاللہ مرنے کے بعد بھی کامیاب رہو گے، اور آخرت اور محشر میں تم کامیاب رہو گے۔ تعجب ہے، افسوس ہے، علماء رات و دن کوشش کرتے ہیں اپنی قوم کو سدھارنے کے لیے، اپنے عوام کو سدھارنے کے لیے، ان کو سیدھے راستہ پر لانے کے لیے، ان کو صراط مستقیم کی دعوت اور تلقین کرتے ہیں، مگر علماء ہے کی بات کو یہ آج کے نوجوان سیدھا کان سے سنتا ہے، رائٹ کان سے سنتا ہے اور لیفٹ سے نکال دیتا ہے۔ وہ کہتے ہیں کہ مولانا کا کام، علماء کا کام کہنا ہے، ہمارا کام سن کر اس کان سے اس کان میں نکال دینا ہے۔ یہی تمہارے لیے خرابی ہے، یہی تمہارے لیے نقصان ہے۔ تمہارے لیے حدیث قرآن میں کوئی بشارت نہیں آئی ہے، مگر ان علماء کے لیے حدیث اور قرآن میں بشارت ہے۔ مَن یُرِدِ اللَّهُ بِهِ خَيْرًا يُفَقِّهْهُ فِي الدِّینِ، اللہ تعالیٰ جس کے ساتھ بھلائی اور خیر کا ارادہ فرماتا ہے اسی کو عالم دین بناتا ہے، حافظ قرآن بناتا ہے۔ اور آگے حدیث میں ہے سمندر میں رہنے والی مچھلیاں، سوراخ میں رہنے والی چونٹیاں عالم دین کے لیے دعائے مغفرت کرتی ہے۔ اس لیے میرے نوجوانوں، میرے ملت کے نوجوانوں اور میرے بھائیوں بزرگوں، اسلام ہی دنیا کا ایسا سچا اور واحد مذہب ہے جو نجات دہندہ ہے، اور اسی کے راستے میں تم کو کامیابی نصیب آئے گی، اسی کا راستہ بہترین راستہ ہے، یہی دین ہدایت ہے اور یہی دین برحق ہے۔ اگر اسلام کے راستے پر تم اپنی زندگی کو گزارو گے تو تم صحیح رہو گے۔ مال و دولت دینے کی بات آتی ہے تو آدمی بہانے کرتا ہے، بڑے بڑے مکانات بناتا ہے، لگزوری لائف گزارتا ہے، اس کو ایئر کنڈیشن مکان اور ایئر کنڈیشن گاڑی چاہیے، لیکن جب قبر کے 2 گز زمین میں جاؤ گے تو کہاں سے ایئر کنڈیشن تلاش کرو گے؟ وہاں کہاں ایئر کنڈیشن گاڑی ملے گی، ایئر کنڈیشن مکان ملے گا؟ نہیں ملے گا۔ اس لیے دین کے راستے میں خرچ کرو۔ آؤ ایک بات بتا کر میں اپنی گفتگو کو ختم کرتا ہوں۔ دیکھو حضرت ابوبکر صدیق جنگ تبوک کے موقع پر، حضرت ابوبکر صدیق خلیفہ اول رضی اللہ تعالیٰ عنہ اور حضرت عمر فاروق رضی اللہ تعالیٰ عنہ حضور کی بارگاہ میں تشریف لائے۔ حضور نے فرمایا دین اسلام کے اوپر ایک ایسا وقت آ گیا ہے، لہٰذا تم لوگ دین اسلام کے لیے کیا قربانی پیش کرنا چاہتے ہو؟ حضرت عمر ابن خطاب رضی اللہ تعالیٰ اپنے گھر گئے، اپنے پورے چیزوں کو 2 حصے میں تقسیم کیا۔ ایک حصہ نبی کی بارگاہ میں لا کر رکھا اور ایک حصہ اپنے گھر والوں کے لیے چھوڑ دیا۔ میرے نبی نے پوچھا کہ اے عمر، اسلام کے راستے کے لیے کیا لائے ہو؟ تو حضرت عمر نے عرض کیا یا رسول اللہ، میرے پاس جو مال تھے، جو میرے پاس دولت تھی، جو چیز میرے گھر میں تھی، میں نے اس کا 2 حصہ کیا ہے۔ ایک حصہ اپنے گھر والوں کے لیے چھوڑ دیا ہے اور ایک حصہ آپ کے پاس لا کر جمع کر دیا ہے۔ اور حضرت ابوبکر صدیق رضی اللہ تعالیٰ عنہ خلیفہ اول جب تشریف لائے تو نبی اکرم صلی اللہ تعالیٰ علیہ وسلم نے ان سے پوچھا کہ ابوبکر، اسلام کے لیے، دین کے لیے تم کیا لے کر کے آئے ہو؟ تو سنو ان کا جواب، ایمان تازہ کرو اور حضرت ابوبکر صدیق رضی اللہ تعالیٰ عنہ کی اس سنت پہ عمل کر کے اسلام پر اپنی جان کو نچھاور کرنے کی کوشش کرو۔
हज़रत अबू बकर सिद्दीक़ रज़ी अल्लाह ताला अन्हु ने अर्ज़ किया, या रसूल अल्लाह, मेरे घर में जितने माल थे, यहाँ तक के कपड़ा सिलने वाली जो सुई थी वो तक, सारा सामान, सारा माल, सारी चीज़ मैंने आपकी बारगाह में पेश कर दिया है। तो हज़रत नबी अकरम ने इरशाद फरमाए, अबू बकर अपने घर वालों के लिए क्या छोड़े हो? तो जवाब सुनो उनका। हज़रत अबू बकर ने फरमाया, मैं अपने घर वालों के लिए अल्लाह उसका रसूल छोड़ करके आया हूँ, अल्लाह को और उसके रसूल को छोड़ कर आया हूँ। ये उर्दू में एक शायर ने इसकी बड़ी अच्छी तर्जुमानी किया है। हज़रत अबू बकर के इस इसार, इस कुर्बानी पर कि परवाने को चिराग तो बुलबुल को फूल बस, परवाने को चिराग तो बुलबुल को फूल बस, सिद्दीक के लिए है खुदा का रसूल बस। यानी सिद्दीक अकबर को कुछ नहीं चाहिए, सिर्फ और सिर्फ अल्लाह का रसूल उसके लिए काफ़ी है। हमको भी सिद्दीक अकबर के इस सुन्नत पे अमल करना चाहिए। हजरात, कहने की बहुत सारी बातें हैं, वक्त की तंगी है। मेरे पास बहुत सारे उलमाए किराम और स्टेज पे बैठे हुए हजरात तशरीफ़ लाने वाले हैं। बस सुन्नी महल फेडरेशन जो बनाया गया है उसका आप साथ दीजिए और इस शेर के मिस्दाक कि मैं अकेला ही चला था जानिबे मंजिल मगर, मैं अकेला ही चला था जानिबे मंजिल मगर, लोग साथ आते गए और काफिला बनता गया, लोग साथ आते गए और काफिला बनता गया। मैं शुक्रगुजार हूँ फ़ज़ीलत शेख हज़रत अल्लामा मौलाना शाह डॉक्टर बहाउद्दीन साहब क़िबला मददिल्लाहुल आली व नूरानी का कि उन्होंने इतने बड़े मजमे में मुझे खिताब का मौका दिया। ये हजरात बड़ी कीमती चीज़ है आपके लिए, केरला के मुसलमानों के लिए, इनकी कद्र करो। आप ये मत समझो कि ये सिर्फ रियासत केरला में महदूद हैं, सिर्फ ज़बान का प्रॉब्लम है। अगर ज़बान उर्दू होती या हिंदी तो मैं समझता हूँ ये हिंदुस्तान लेवल के आदमी होते। बस इसी बात पर मैं अपनी गुफ्तगू ख़त्म करता हूँ और अल्लाह से दुआ करता हूँ कि जो मैंने कहा वो उस पर पहले मुझे फिर आप सब लोगों को अमल की तौफ़ीक़ अता फ़रमाए। वाखिरु दावाना अनिल हम्दुलिल्लाहि रब्बिल आलमीन। अस्सलामु अलैकुम। ചമ്പാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെക്ചറർ സഈദ് ഹുദവി മൂടാൽ ഉദ്ഘാടന പ്രഭാഷണത്തിന്റെ സംഗ്രഹീത പരിഭാഷ നിർവഹിക്കുന്നു. अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। लन तनालुल बिर्रा हत्ता तुनफिकू मिम्मा तुहिब्बून। वक़ाल रसूलुल्लाहि सल्लल्लाहु अलैहि वसल्लम सिन्फ़ानि मिन उम्मती इदा सलहा सलहन नास व इदा फसदा फसदन नास। ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് അവറുകളെ, ബഹാവുദ്ദീൻ ഉസ്താദ് അവറുകളെ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ അവരുടെ നാമം എനിക്കറിയില്ല, എല്ലാവരെയും ഞാൻ മുറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. എന്നെ ഇവിടെ ഇന്നത്തെ ഈ സംഗമത്തിലേക്ക് ക്ഷണിച്ച ഉസ്താദിന്, ബഹാവുദ്ദീൻ ഉസ്താദിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, നമുക്കറിയാം ഒരു സമൂഹത്തിൻ്റെ ഉദ്ധാനത്തിന് അവിടുത്തെ പണ്ഡിതന്മാരും കാരണവന്മാരും ഉമറാക്കളും നേതാക്കന്മാരുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള കൂട്ടായ പ്രവർത്തനം വളരെ അത്യന്താപേക്ഷിതമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് തന്നെ അങ്ങനെയായിരുന്നു. ഇന്ന് കേരളത്തിൽ കാണപ്പെടുന്ന ഈ സംരംഭങ്ങൾ, കോളേജുകൾ, ദീനീ സ്ഥാപനങ്ങൾ, ഇതെല്ലാം പിന്നിലുള്ള ചാലകശക്തി ഈ ഉലമാ ഉമറാക്കളുടെ കൂട്ടായ പരിശ്രമങ്ങളാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
ഇത്തരം ദീനീ സംരംഭങ്ങൾക്ക് സാമ്പത്തികമായ സപ്പോർട്ട് നൽകുക എന്നുള്ളത് ഇവിടുത്തെ ധനാഢ്യന്മാരുടെ കർത്തവ്യമാണ്. അത് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആ വിഷയത്തിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇദാ മാതൽ ഇൻസാൻ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തിൻ ജാരിയ ഔ ഇൽമി യുൻതഫഅ ബി ഔ വലദിൻ സ്വാലിഹി യദ്ഉ ലഹു. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, പുതിയ കാലഘട്ടത്തിൽ ഐഹിക ജീവിതത്തിൻ്റെ ആഡംബരങ്ങൾ ഭ്രമിച്ച പുതിയ തലമുറ ആർഭാടങ്ങൾക്ക് വേണ്ടി തൻ്റെ സ്വത്ത് ചെലവഴിക്കുന്നവർ ദീനീ സംരംഭങ്ങൾക്ക് ചെലവഴിക്കാൻ മടിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് നമുക്കറിയാം, സ്വഹാബത്ത് ബഹുമാനപ്പെട്ട പുണ്യനബി ഒരിക്കൽ തബൂക്ക് യുദ്ധത്തിൻ്റെ വളരെ കലുഷിതമായ ദുഷ്കരമായ ആ വേളയിൽ സ്വഹാബത്തിനോട് ദീനിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലുള്ള തൻ്റെ മുഴുവൻ സ്വത്തിൻ്റെ പാതി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുന്നിൽ സമർപ്പിച്ചു കൊണ്ട് പറഞ്ഞു, നബിയെ, അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു, മാ അബഖൈത ലി അഹ്ലിക, നിന്റെ കുടുംബക്കാർക്ക് വേണ്ടി നീ എന്താണ് അവശേഷിപ്പിച്ചത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പാതി അവർക്ക് വേണ്ടി അവശേഷിപ്പിച്ചിട്ടുണ്ട്. ശേഷം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു, നിങ്ങൾ എന്താണ് കുടുംബക്കാർക്ക് വേണ്ടി അവശേഷിപ്പിച്ച് വെച്ചത്? അവിടുന്ന് പറഞ്ഞു, അബഖൈതു ലഹുമുല്ലാഹ വ റസൂല, അള്ളാഹുവിനും റസൂലിനെ മാത്രമാണ് ഞാൻ എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി അവശേഷിപ്പിച്ചത്. ബഹുമാനപ്പെട്ടവർ തൻ്റെ വീട്ടിലെ സൂചി അടക്കം കൊടുന്നു എന്നാണ് കിതാബുകൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശ ചുരുക്കം, ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ഈ നേതൃത്വം, കേരളത്തിലുള്ള ഈ നേതൃത്വം, ഈ ഉലമാക്കൾ, ഇവരാണ് നിങ്ങളുടെ വഴികാട്ടികൾ. ഏതൊരു സമൂഹത്തിൻ്റെയും വഴികാട്ടികൾ അവിടുത്തെ ഉലമാക്കളാണ്. ഉലമാക്കൾക്ക് പിന്നിൽ അണിയുറച്ചു നിൽക്കണം. അവർക്ക് വേണ്ട എല്ലാവിധ സംരംഭങ്ങൾക്കും സഹായകം ചെയ്യുമെന്നുള്ളത് പൗരപ്രമുഖരായ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചടക്കം പറഞ്ഞത്, പർവാൻ കോ ചിറാഗ് ഹേ ബുൽബുൽ ക ഫൂൽ ബസ് സിദ്ദീഖ് കേ ലിയേ ഖുദാ കേ റസൂൽ ബസ്. പറവകൾക്ക് വിളക്കുമാടങ്ങൾ മതി, ബുൽബുൽ പക്ഷിക്ക് പുഷ്പങ്ങൾ മതിയെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അനുചരനായ സിദ്ദീഖ് തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ മാത്രം മതി എന്ന്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ ഇവിടെ വന്നതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ഉസ്താദിൻ്റെ ക്ഷണം കൊണ്ട് ഞാൻ ഇവിടെ എത്തിയതാണ്. നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും എല്ലാവിധ ഭാവുകളും നേരുന്നു. അവസാനമായി കവിയുടെ കവിത കൂടി ഉദ്ധരിക്കുകയാണ്. മൈ അക്കേലാഹി ചലാത്ത ജാനിബേ മൻസിൽ മഗർ, മൈ അക്കേലാഹി ചലാത്ത ജാനിബേ മൻസിൽ മഗർ. ഞാനൊരു ഏകാന്ത പഥികനായിട്ടാണ് എൻ്റെ പ്രയാണം ആരംഭം കുറിച്ചത്. ലോക സാത്ത് ആതേ ലഗെ, വഴിമധ്യേ ജനങ്ങളും ചെറു സംഘങ്ങളും വ്യൂഹങ്ങളും എന്നെ കൂടെ കൂടി. ലോക് സാത്ത് ആതേ ലഗെ और കാറവാ ബന്ധാ ഗയാ. അവസാനം ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ, ലക്ഷ്യതീരത്തണഞ്ഞപ്പോൾ ഇത് വലിയൊരു സാർത്ഥ വാഹക സംഘമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഈ കൂട്ടായ പ്രവർത്തനങ്ങൾ എല്ലാം, ഈ സംരംഭങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി ക്യാമ്പംഗങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ജനാബ് അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൂർ സംസാരിക്കുന്നു. സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട ആലിക്കുടി ഉസ്താദിന് ഇതിൻ്റെ കാലിന് സുഖമില്ല, അള്ളാഹു ഷിഫാവ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷം നിർദ്ദേശങ്ങൾ നൽകാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമാദരണീയരായ മുഖ്യ കാര്യദർശി ഷെയ്ഖുന ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. രണ്ടാമത് ഫിറ്റ് ചെയ്യാം. അങ്ങനെ പൊടിഞ്ഞ് പിടിക്കൊന്നും വേണ്ട, ഇനി വെച്ചാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകുനൂ മഅസ്സാദിഖീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം.
മഹത്തായ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ചീഫ് ഗസ്റ്റ് ബീഹാറിൽ നിന്നുള്ള മുഫ്തി ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട വാപ്പു മുസ്ലിയാർ, സ്റ്റേജിലും സദസ്സിലും ഒത്തുചേർന്ന സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഹിബ്ബീങ്ങളായ സഹോദരന്മാർ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ലോകത്തിന് മാതൃകയായി നമ്മുടെ കേരളം മദ്രസാ പ്രസ്ഥാന രംഗത്തും അതുപോലെ നമ്മുടെ മഹല്ലിൻ്റെ പ്രവർത്തനത്തിലും സജീവമായി മുന്നേറുകയാണ്. മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വളരെ ആഗ്രഹവും താല്പര്യവും ജനിക്കുകയാണ്. കഴിഞ്ഞ ജാമിയ സമ്മേളനത്തിൽ ഫൈസൽ ലോ ബോർഡിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട റാബി നദ്വി ഉസ്താദ് അവറുകൾ വന്നപ്പോൾ നമ്മോട് പറഞ്ഞതും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും വളരെ ആഗ്രഹപൂർവം താല്പര്യപൂർവമാണ് നാം കേട്ടത്. ബഹുമാനപ്പെട്ട കേരള മുസ്ലിങ്ങളുടെ നിഷേധ്യനായ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ സദസ്സിലെത്തി. അല്ലാഹു അക്ബർ. ഒരു അരമണിക്കൂർ ഞാൻ ഇപ്പോൾ പോണില്ല, ഞാൻ ഇന്ന് വൈകുന്നേരം രാത്രി പോകണം. ഒരു മണിക്കൂർ പറഞ്ഞോട്ടെ. അൽഹംദുലില്ലാ. ദീനീ പ്രബോധന പ്രവർത്തന രംഗത്ത് നമ്മുടെ സാദാത്തുക്കളും ഉലമാക്കളും നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ സന്ദർശിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ വിഷയങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉലമാക്കളും ഉമറാക്കളും അവരാണ് ഈ സമുദായത്തിൻ്റെ പ്രധാനമായ രണ്ട് ഘടകങ്ങൾ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ മുഫ്തി ബീഹാറിൽ നിന്നുള്ള സഹോദരൻ വളരെ ഭംഗിയായി ഇവിടെ അവതരിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ഉള്ള ഈ സംഘടന നമ്മുടെ നാട്ടിൽപ്പെട്ട ആളുകളിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ നാം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നിർവഹിക്കേണ്ടതുണ്ട്. ഇവിടെ ഇസ്ലാമിൻ്റെ പ്രവർത്തനം, ദീനീ പ്രബോധന പ്രവർത്തനം സജീവമാണ്. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും ഈ മെസ്സേജ് എത്തിയിട്ടില്ല. ഈ മെസ്സേജ് കേരളത്തിൻ്റെ പുറത്ത് ഭാഗങ്ങളിലേക്കും അതുപോലെ മറ്റ് രാഷ്ട്രങ്ങളിലേക്കും എത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള ആലോചനയിലാണ് ഇപ്പോൾ നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഹത്തായ ഈ പ്രസ്ഥാനത്തെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രവർത്തനം സ്റ്റേറ്റ് ലെവലിൽ നിന്ന് മാറിയിട്ട് ദേശീയ തലത്തിലേക്കും അന്തർദേശീയ തലങ്ങളിലേക്കും കൊണ്ടുവരാനുള്ള മാർഗത്തെപ്പറ്റി ആലോചിക്കണം. അതത്ര പ്രയാസപ്പെട്ട കാര്യമല്ല. പ്രവർത്തിക്കാനുള്ള ആളുകൾ ധാരാളമുണ്ടായാൽ ആ പരിപാടി നടന്നുകൊള്ളും.
നമ്മുടെ പ്രവർത്തനം കണ്ട്, ഇവിടുത്തെ സ്ഥാപനങ്ങൾ കണ്ട്, ഇവിടുത്തെ ദീനീ ചിട്ടകൾ മനസ്സിലാക്കി ഇതേ രൂപത്തിലുള്ള തസവുഫിൻ്റെ ലൈനും ഇതേ ലൈനിലുള്ള ദറസും ഇതേ ലൈനിലുള്ള കോളേജുകളുമാണ് നമുക്ക് എന്ന് മനസ്സിലാക്കി ഇന്ത്യക്ക് പുറത്ത് ആഫ്രിക്കയിലും ആസ്ട്രേലിയയിലും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ സംഘടനാപരമായ നിലക്കുള്ള പ്രവർത്തനമാണ് സാധാരണക്കാരിലേക്ക് എത്തേണ്ടത്. യു പിയിൽ നിന്നുള്ള ധാരാളം ആളുകൾ കേരളത്തിലെ മൊത്തം ജനസംഖ്യയിലേറെ മുസ്ലിങ്ങൾ തന്നെ ആ രാജ്യത്തുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ സജീവമല്ല, ശക്തമല്ല, നേതൃത്വമില്ല, ഇമാമില്ല. അതുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് നേതൃത്വം നൽകേണ്ടതെന്ന് നമ്മുടെ മക്കൾ, ശംസുൽ ഉലമയുടെ മക്കളും പേരമക്കളും പഠിപ്പിച്ചു കൊടുക്കണം. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളും പൂക്കോയത്തങ്ങളും കാണിച്ചു തന്ന ശിഹാബ് തങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിർദ്ദേശം നൽകിയ വിഷയങ്ങളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ സമയമായി. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ആരംഭിക്കാനുള്ള ഒരു തുടക്കമായി ഈ പരിപാടി നമുക്ക് മാറ്റണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ചെറിയ ക്ഷീണമായതുകൊണ്ട് ഒരു മാസത്തോളമായി 28 ദിവസമായി വിശ്രമത്തിലായിരുന്നു. പൂർണ്ണമായ വിശ്രമത്തിൻ്റെ ടൈം കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ മഹത്തായി സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം ഒത്തുചേരാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാനും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ അവരോടൊപ്പം ഒരു ചെറിയ കൂടിച്ചേരൽ, ഒരു ലിഖ അതിനുവേണ്ടി ആഗ്രഹിച്ച് വന്നതാണ്. ദുആ നിങ്ങളിൽ നിന്ന് കൂടുതൽ ഉണ്ടാവണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമാദരണീയനായ ഉപാധ്യക്ഷൻ, സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംസ്ഥാന സാരഥി, മുസ്ലിം കേരളത്തിന്റെ അനിഷേധ്യനായ ആത്മീയ മരക്കാരൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ക്യാമ്പ് അംഗങ്ങളെ, നമ്മുടെ ഈ ക്യാമ്പിലെ അംഗങ്ങൾക്ക് നമ്മുടെ ക്യാമ്പിൻ്റെ അമീർ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് നൽകേണ്ട നിർദ്ദേശമാണ് അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രധാനമായി നമ്മുടെ ക്യാമ്പ് അംഗങ്ങളോട് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മുടെ ക്യാമ്പിൻ്റെ സ്വഭാവം ക്ലാസ്സുകൾ നിശ്ചിത സമയത്ത് വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന രീതി തന്നെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. സമയനിഷ്ഠ കൃത്യമായി പാലിക്കാൻ നിങ്ങളും സഹകരിക്കണം. പക്ഷേ നമ്മൾ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുള്ളതനുസരിച്ച് ഇന്ന് മഗ്‌രിബിൻ്റെ ശേഷം നടക്കേണ്ട മഹല്ല് നവലോക സംസ്കാരത്തിൻ്റെ മാതൃകകൾ എന്ന സംസ്കരണ മാതൃകകൾ സമർപ്പണം ചെയ്യുന്ന ആ വിഷയം ഇൻഷാ അല്ലാഹ് നാളെയാണ് അവതരിപ്പിക്കുക. അതേ സ്ഥാനത്ത് ഇന്ന് സാമൂഹിക വിചാരമായിരിക്കും മഗ്‌രിബിൻ്റെ ശേഷം ആരംഭിക്കുക. അതോടൊപ്പം തന്നെ ഇരിക്കുന്ന ഓരോ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. 50 പേർക്ക് 2 മെൻറ്റർമാർ എന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കുവാനും ആവശ്യമായ വളണ്ടിയർമാരെ സുന്നി മഹല്ല് ഫെഡറേഷൻ ഈ ക്യാമ്പ് സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 50 പേർക്ക് 2 പേർ സഹായികളായി ഉണ്ടാകും. അവർ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ക്യാമ്പ് കഴിയുന്നത് വരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അവർ സ്വീകരിക്കുകയും ചെയ്യും. ഓരോ സെഷന് ശേഷവും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ അവരെ എഴുതി ഏൽപ്പിക്കുകയോ അറിയിക്കുകയോ ചെയ്താൽ ആ കാര്യം പ്രത്യേകം പരിശോധിച്ച് വേണ്ടത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ SMFൻ്റെ പദ്ധതികളെ അടിസ്ഥാനമാക്കിയാണ് ഓരോ സെഷനും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നാളെ ഉച്ചയോടെ നൽകുന്ന ഫീഡ്ബാക്ക് ഫോം, നിങ്ങൾക്ക് നാളെ ഉച്ചയോടെ ഒരു ഫീഡ്ബാക്ക് ഫോം നൽകും. ആ ഫീഡ്ബാക്ക് ഫോം എല്ലാവരും പൂരിപ്പിച്ച് സമാപന സംഗമത്തിന് മുമ്പ് നിങ്ങളുടെ സഹായികളായി നിങ്ങളുടെ ഒപ്പമുള്ള മെൻറ്റർമാരെ ഏൽപ്പിക്കേണ്ടതാണ്. ഒരു മഹല്ലിന് 1 എന്ന വിധം ദേശീയ പ്രതിനിധി സംഗമത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ SMFൻ്റെ പദ്ധതികളുടെ വീഡിയോ ആവിഷ്കാരം നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ലഭ്യമാകും. അതോടൊപ്പം തന്നെ നമ്മുടെ സദസ്സിലിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് സ്ക്രീനിൻ്റെ അഭാവം മധ്യത്തിലുണ്ട് എന്ന് പിൻഭാഗത്തു നിന്ന് വിവരം ലഭ്യമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സാധ്യമായ രീതിയിൽ മഗ്‌രിബിന് ശേഷം സെഷൻ ആരംഭിക്കുമ്പോൾ അവർക്ക് കൂടി കാണത്തക്ക വിധമുള്ള സംവിധാനം ചെയ്യാൻ തീർച്ചയായും ശ്രമിക്കും. അള്ളാഹു സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ പന്തലിൽ എത്തിച്ചേർന്ന ആളുകളോട് പറയാനുള്ളത്, 20,400 സ്ക്വയർ ഫീറ്റ്
ശീതീകരിച്ച പന്തൽ നമുക്ക് വേണ്ടി ഈ പ്രദേശത്തെ നല്ലവരായ നമ്മുടെ നേതാക്കൾ സംവിധാനിച്ചു. ഒട്ടേറെ കട്ടപ്പാടുകൾ അവർ സഹിച്ചുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത വിധം വഴികളിൽ സൂചകങ്ങളും വാദി കുബയിലേക്കുള്ള കൃത്യമായ വഴി കാണിക്കുന്ന വളണ്ടിയർമാരും എല്ലാവർക്കും സഹായകമായി നിലകൊണ്ടു എന്നത് ഈ ക്യാമ്പിലേക്ക് എത്തുന്ന എല്ലാവർക്കും യാതൊരു തരത്തിലും വഴി തെറ്റാതെ വരാനുള്ള വലിയ സംവിധാനമാക്കി മാറ്റിയതിൽ സന്തോഷമുണ്ട്. ഇതിൻ്റെ പ്രാദേശിക സ്വാഗത സംഘത്തെ അഭിനന്ദിക്കുന്നു. അള്ളാഹു അവർക്ക് അർഹതപ്പെട്ട പ്രതിഫലം നൽകട്ടെ. അതോടൊപ്പം തന്നെ മൊത്തം ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, രജിസ്റ്റർ ചെയ്ത ആളുകൾ മാത്രമാണ് ക്യാമ്പ് ഹാളിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ചെരുപ്പ് നിങ്ങൾ കീസിലാണ് സൂക്ഷിക്കേണ്ടത്. അതിനുവേണ്ട കീസ് കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ജമാഅത്തായി നിസ്കരിക്കാൻ ഇവിടെ മാത്രമേ കഴിയൂ. പള്ളിയിലാകുമ്പോൾ പല തവണകളായി നിസ്കരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയനഷ്ടമുണ്ടാകും. ആ സമയനഷ്ടം ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ജമാഅത്ത് നടത്താൻ പാകത്തിൽ ഈ ഹാള് വൃത്തിയായും ശുചിത്വത്തോടു കൂടിയും സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ക്യാമ്പിലെ അംഗങ്ങൾക്കുണ്ട്. നമസ്കാരം നിർവഹിക്കാനുള്ള സ്ഥലമാണ് എന്ന ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ ഈ ഹാളിൽ പെരുമാറേണ്ടത് എന്ന് കൃത്യമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ സീറ്റ് ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്. ഏതെങ്കിലും കസേരകൾ ഒഴിവുണ്ടെങ്കിൽ കയറിയിരിക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ കണക്ക് കൂട്ടലുകളും പന്തലിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കുമൊക്കെ തെറ്റിച്ചുകൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ ഈ മഹല്ല് സംഗമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഡെലിഗേറ്റ്സ് മീറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആളുകൾ ബസ്സിൽ വന്ന് ഇറങ്ങുകയാണ്. അവരെ മുഴുവൻ നമുക്ക് ഉൾക്കൊള്ളണം. അതുകൊണ്ട് ചെറിയ തോതിലെങ്കിലും കസേര അല്പമൊന്ന് മുന്നോട്ട് വലിക്കേണ്ടി വരും. സമയമാകുമ്പോൾ പറയാം. അത് തീർച്ചയായും ചെയ്തെങ്കിലേ പുറകിൽ ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുടിവെള്ളം ആവശ്യത്തിന് ഇതിൻ്റെ അകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. നിങ്ങളെ മെൻറ്റർമാർ നിങ്ങളെ സഹായിക്കും. കുടിവെള്ളം ഹാളിൽ തന്നെ ലഭിക്കും. അതിനുവേണ്ടി പുറത്തു പോകേണ്ടതില്ല. അതുപോലെ തന്നെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ എന്താണോ വേണ്ടത് എഴുതി അറിയിക്കുന്ന മുറക്ക് അത് ചെയ്യാൻ പറ്റിയ കാര്യമാണെങ്കിൽ തീർച്ചയായും ചെയ്യാൻ സംഘാടകർ ശ്രമിക്കും. അതോടൊപ്പം തന്നെ ബാത്റൂം, 100ഓളം ബാത്റൂം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. ഈ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ, മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സംവിധാനം നമുക്ക് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ അതിൻ്റെ ഭാരവാഹികൾ നമുക്ക് അനുമതി തന്നിട്ടുണ്ട്. അതിന് പുറമെ 25 സ്പെഷ്യൽ ഈ ടോയ്ലറ്റുകൾ നമ്മുടെ വലതുവശത്ത് ക്യാമ്പിൻ്റെ ഈ ഹാളിൻ്റെ പുറത്ത് സംവിധാനിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വുളൂ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി ടാർപോളിൻ ടാങ്ക് കെട്ടി അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതും ഉപയോഗിക്കാവുന്നതാണ്. നിസ്കാരം ഈ ഹാളിൽ വെച്ച് നിർവഹിക്കുന്നതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ വുളൂ ചെയ്ത് ഹാളിൽ വന്ന് ആ സമയത്ത് കസേര മാറ്റുവാനും ഹാള് മുഴുവനായി നിസ്കാരത്തിന് സജ്ജമാക്കുവാനും കിബില തിരിച്ച് ആ കേന്ദ്രത്തിൽ മൈക്ക് വെച്ച് ഇമാമത്ത് നിൽക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും തത്സമയം റെഡിയായിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഭക്ഷണം പുറത്ത് ഹാളിൽ കുറച്ച് ആളുകൾക്ക് മാത്രം, ഏതാണ്ട് ഒരു 500ഓളം ആളുകൾക്ക് അവിടെ ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ളൂ. പാക്ക് ചെയ്ത് നിങ്ങളെ കയ്യിലാണ് തരിക. AC ഹാളിൽ വെച്ച് ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികമായും വാസന വരും. അത് ഹാളിലിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരും. പുറത്ത് എവിടെ വെച്ച് കഴിക്കാനും സൗകര്യമുണ്ട്. വിശാലമായി ക്യാമ്പസിൽ എവിടെ വെച്ച് ഭക്ഷണം കഴിച്ചാലും വേസ്റ്റുകൾ കൃത്യമായി അതിനുവേണ്ടി വെച്ചിട്ടുള്ള കീസിൽ മാത്രമേ നിക്ഷേപിക്കാവൂ. വേസ്റ്റ് കണ്ടമാനം നിങ്ങൾ നിക്ഷേപിച്ചാൽ ഈ ക്യാമ്പസ് നമുക്ക് അനുവദിച്ച് തന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മാത്രമല്ല പരിസര മലിനീകരണവും ഉണ്ടാകും. അതുകൊണ്ട് അന്നദാഫത്തു മിനൽ ഈമാൻ എന്ന വചനം മുറുകെ പിടിച്ചുകൊണ്ട് പരമാവധി വൃത്തിയും ശുദ്ധിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൗകര്യപ്പെട്ട സ്ഥലത്ത് വെച്ച് ഭക്ഷണം നിങ്ങൾക്ക് ലഭ്യമാകുന്നത് വാങ്ങി കഴിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. രാത്രി വിശ്രമിക്കുന്നതിന് ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ആളുകൾക്ക് സൗകര്യമൊരുക്കിയിട്ടുള്ളത് 300 പേർക്ക് ഇവിടെ തന്നെ പ്രത്യേക ഹാളിൽ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ 150 പേർക്ക് ഹോസ്റ്റലിൽ സൗകര്യമുണ്ട്. 300ഓളം പേർക്ക് നമുക്ക് മറ്റു പ്രത്യേക സ്ഥലത്ത് സൗകര്യം വേറെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 250 പേർക്ക് നമ്മുടെ പള്ളിയിൽ തന്നെ വിശ്രമിക്കാൻ കഴിയും. പിന്നെ ഈ ക്യാമ്പ് ഹാളിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെയും കിടന്നുറങ്ങാം. മൊത്തം എല്ലാവർക്കും കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങൾ സംവിധാനിക്കും. ക്ലോക്ക് റൂം സംവിധാനിച്ചിട്ടില്ല. കാരണം ഒരു ദിവസത്തേക്കുള്ള ചെറിയ ബാഗേ കയ്യിൽ വെച്ചിട്ടുണ്ടാകൂ. ഇത്രയും ആളുകൾക്ക് ഒരു ക്ലോക്ക് റൂം സംവിധാനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ഓർത്തുകൊണ്ട് ക്ലോക്ക് റൂം സംവിധാനം ഒഴിവാക്കിയതാണ്. അത്യാവശ്യമായി വല്ലതും സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വളണ്ടിയർമാരെയോ മെൻറ്റർമാരെയോ അറിയിച്ചാൽ സംവിധാനം ഉണ്ടാക്കി തരും. അതോടൊപ്പം തന്നെ ക്യാമ്പിൻ്റെ ഈ അച്ചടക്കം ശരിക്കും നിങ്ങൾ നിലനിർത്തണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. അതുപോലെ തന്നെ യാതൊരു കാരണവശാലും ഈ ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ അലോസരപ്പെടുത്തുന്ന രീതിയിൽ വളണ്ടിയർമാരോ മറ്റാളുകളോ പെരുമാറാതെ പരിപൂർണമായി എല്ലാവരും ക്ലാസ് നടക്കുമ്പോൾ അച്ചടക്കത്തോടു കൂടി സഹകരിക്കുക. മറ്റു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരും പ്രതിനിധികൾക്ക് ക്ലാസ് കേൾക്കുന്നതിന് തടസ്സമില്ലാത്ത വിധം കാര്യങ്ങൾ ചെയ്യുക. ഓരോ സെഷൻ കഴിഞ്ഞാലും അതിൻ്റെ ഡോക്യുമെൻ്ററി കൃത്യമായി നിങ്ങൾക്ക് പ്രദർശിപ്പിച്ച് അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അത് എഴുതിയെടുക്കുവാനും അതുപോലെ തന്നെ അത് പഠിക്കുവാനുമുള്ള സൗകര്യം ചെയ്തു തരും. മഹലിൻ്റെ ധാരാളം മേഖലകളിൽപ്പെട്ട ആളുകൾ, പ്രഗത്ഭരായ ആളുകൾ ഇതിൽ വന്നു ചേർന്നിട്ടുണ്ട്. അസൗകര്യങ്ങളുണ്ടാകാം. കാരണം ഓരോ മഹല്ല് ഭാരവാഹികളും പ്രഗത്ഭരാണ്, പ്രതിഭാസമ്പന്നന്മാരായ ആളുകളാണ്, സൗകര്യമുള്ള ആളുകളാണ്.
ഇതിനേക്കാൾ സൗകര്യമുള്ള സ്ഥലത്തും സംവിധാനത്തിലും ജീവിച്ചു പോകുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ ദീനിന് വേണ്ടിയാണ് ഇത് എന്ന ബോധത്തോടു കൂടി ചില്ലറ അസൗകര്യങ്ങളൊക്കെ ക്ഷമിക്കണം. ഇത്രയും ആളുകൾ കൂടുമ്പോൾ എത്ര വലിയ സംവിധാനം ചെയ്താലും ചില്ലറ അപാകതകളൊക്കെ സംഘാടകരെടുത്ത് സംഭവിക്കും. അതുകൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ കയറി വരുമ്പോൾ തങ്ങളോട് ഞാൻ ചോദിച്ചു, ഈ നിർദ്ദേശങ്ങൾ തങ്ങളെ പ്രസംഗം കഴിഞ്ഞിട്ട് പോരെ, തങ്ങൾക്ക് തിരക്കുണ്ടാവില്ലേ? തങ്ങൾ വളരെ ഗൗരവത്തിലുണ്ടോ പറഞ്ഞു, SMFന്റെ യോഗത്തിൽ എന്താ തിരക്ക്, ഇത് നമ്മുടേതല്ലേ, ഇത് കഴിഞ്ഞിട്ടല്ലേ വേറെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ തങ്ങളാണ് നമ്മുടെ നേതാവ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. മഹല്ലുകൾ ഉമ്മത്തിന്റെ കരുത്ത് എന്ന പോലെ നമ്മുടെ കരുത്താണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ വാചകം, ഇത് കഴിഞ്ഞിട്ടേ വേറെ തിരക്കുള്ളൂ, എനിക്കൊരു തിരക്കുമില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അതുകൊണ്ട് ആ ബോധത്തോടു കൂടി നമ്മളും ഈ ക്യാമ്പിൽ പെരുമാറണം. പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായ ആവശ്യങ്ങൾ ഉണ്ടാവുകയോ ക്യാമ്പിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകേണ്ടി വരികയോ, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോലെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ ഇവിടെ നേരത്തെ ഉസ്താദുമാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ സമിതിയിലെ അംഗങ്ങൾ ഒന്ന് ബഹാവുദ്ദീൻ മുസ്ലിയാർ, അതുപോലെ തന്നെ ഉമ്മർ ഫൈസി, അബ്ദുസമദ് പൂക്കോട്ടൂർ, ഷാഫി ഹാജി, ഹംസബിൻ ജമാൽ റംലി, കെ ഈ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെടുക. അവർ അത് കൂടി പരിഹരിക്കാനുള്ള സംവിധാനം ചെയ്യും എന്ന് ഉസ്താദുമാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അച്ചടക്കമുള്ള നല്ല മനോഹരമായ ഒരു ക്യാമ്പാക്കി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു ഇതൊരു സ്വാലിഹ് അമലായി കബൂലാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.